ആദ്യം തന്നെ കാൽക്കുലേറ്റർ വെച്ച് എങ്ങനെ ചെയ്യണമെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. നമുക്ക് കണ്ടോ ഈ കാൽക്കുലേറ്ററിൽ സൈൻ കോസ് ഇവിടെ സൈൻ എന്നൊക്കെ പറഞ്ഞ വാല്യൂസ് കിടക്കുന്നുണ്ട്. അപ്പോൾ സൈൻ ഇപ്പോൾ 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0.5 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അതായത് ഓരോ ആംഗിളിലും ഓരോ ഫിക്സഡ് വാല്യൂ ഉണ്ട്. ഇപ്പോൾ സൈൻ 45 മെയിൻ സാധനങ്ങൾ ഞാൻ കാണിക്കുന്നത്. സൈൻ 45.707 എന്നൊക്കെ പറഞ്ഞ ആൻസർ കിട്ടും. അല്ലെങ്കിൽ ഈ 0.707 എന്ന് പറഞ്ഞാൽ √2 എന്ന് പറഞ്ഞ ആൻസറാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോൾ സൈൻ 90 ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 എന്ന് പറഞ്ഞ ആൻസർ കിട്ടും. അപ്പോൾ സൈനും ഏത് ആംഗിളും ഇതിപ്പോൾ ഞാൻ ഇതൊരു മെയിൻ ആംഗിൾ കാണിച്ചു എന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ നമുക്ക് ഏത് ആംഗിൾ വേണമെങ്കിലും ഇടാം. ഇപ്പോൾ 22 എന്നൊക്കെ പറഞ്ഞിടാം, എന്ത് വേണമെങ്കിലും ഇടാം അതിൻ്റെ അകത്ത്. അപ്പോൾ ആംഗിളിന് ഒരു വാല്യൂ ഉണ്ടാവും, ഓരോ ആംഗിളിനും ഒരു വാല്യൂ ഉണ്ടാവും. സൈൻ ഓഫ് എന്ന് പറഞ്ഞ ആംഗിളിൽ ഒരു വാല്യൂ ഉണ്ടാവും. അപ്പോൾ സൈൻ അതേപോലെ തന്നെ കോസ് എന്ന് പറഞ്ഞ് കൊസൈൻ എന്ന് പറയാം. അതിനും ഇതേപോലെ കോസ് 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.86 √3/2 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ നമുക്ക് കോസ് ഓഫ് 60 എന്താണെന്ന് നോക്കാം. കോസ് 60 എന്ന് പറഞ്ഞാൽ 1/2 0.5 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. അപ്പോൾ ഏതൊരു ഈ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എടുത്താലും അതിനൊരു ആംഗിൾ ഇട്ട് കൊടുത്താൽ, ആ ഒരു ബ്രാക്കറ്റ് ഇട്ട് അതിനൊരു ആംഗിൾ ഇട്ട് കൊടുത്താൽ അതിനൊരു ആൻസർ ഉണ്ട്. ആ ആൻസർ ഫിക്സഡ് ആയിരിക്കും. അപ്പം നമുക്കത് റിയൽ ലൈഫ് സിനാരിയോകളിൽ ഈ ഒരു കാര്യത്തിന്, അതായത് ഒരു ആംഗിൾ മനസ്സിലാക്കിയാൽ നമുക്ക് അതിൻ്റെ സൈനോ കൊസൈനോ കണ്ടുപിടിച്ചാൽ നമുക്ക് വാല്യൂ കൃത്യമായിട്ട് കിട്ടും. അത് വെച്ച് നമുക്ക് പല പ്രോബ്ലംസും സിമ്പിളായിട്ട് സോൾവ് ചെയ്യാം. ഉദാഹരണത്തിന് ഇത് ഈ ഒരു മലയുടെ പടം കാണിച്ചേക്കണം. അപ്പോൾ നമുക്ക് ഈ ആംഗിൾ മെഷർ ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് ഒരു ഇതിലേക്ക് മീറ്റ് ചെയ്യുന്ന ആംഗിൾ, നമുക്ക് ഇങ്ങനത്തെ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആംഗിൾ നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അതിലേക്ക് പോയിൻ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ കൃത്യമായിട്ട് കിട്ടും. ഇപ്പോൾ ഇതിൽ 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് ആംഗിൾ കിട്ടിയിട്ടുണ്ട്. മറ്റേ മലയുടെ ടോപ്പിലേക്കുള്ള ഡിഗ്രി നമുക്ക് കിട്ടി. മലയുടെ ചോട്ടിലേക്കുള്ള ഡിസ്റ്റൻസും നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റും എന്ന് വിചാരിക്കുക. നമുക്ക് പക്ഷേ അതിൻ്റെ ഹൈറ്റാണ്, ഭയങ്കര വലിയൊരു മലയാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ചിലപ്പോൾ നമുക്ക് തൊട്ടടുത്ത് നിന്ന് ആ മലയുടെ ചോട്ടിലേക്കുള്ള ഹൈറ്റ് അളക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. അതിൻ്റെ ആംഗിളും ജസ്റ്റ് അതിൻ്റെ ടെലിസ്കോപ്പ് പോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആംഗിളും കിട്ടും, 45 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് അതിൻ്റെ ഹൈറ്റോ അല്ലെങ്കിൽ അതിലേക്കുള്ള മറ്റേ ഈ 20 എന്ന് പറഞ്ഞാൽ കിട്ടിയതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രിഗണോമെട്രിയുടെ അകത്ത് നമുക്ക് ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സൈൻ 45 എന്ന് പറഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണെന്ന് അറിയാം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് 20 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സൈൻ 45 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റർ 0.707 എന്ന് പറഞ്ഞ് കണ്ടു. അപ്പോൾ ഉദാഹരണത്തിന് മലയുടെ ഹൈറ്റ് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഫിഗറിലുണ്ട് ക്വസ്റ്റ്യൻ മാർക്ക് എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫിഗറിൽ സൈൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് ഹൈറ്റ് ഓഫ് ഇത് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വാല്യൂ 20 അറിയാം നമുക്ക്. അപ്പോൾ അതാണ് സൈൻ 45 കൊണ്ട് ഓപ്പോസിറ്റ് എക്സ് ആണ്, അതായത് ആ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടതും ഹൈപ്പോട്ടന്യൂസ് 20 അപ്പം നമ്മൾ അതിൽ നിന്ന് സൈൻ 45യുടെ വാല്യൂ നമുക്കറിയാം √2/2 അല്ലെങ്കിൽ 1/√2 ആണ്. അതാണ് ഈ 0.707 എന്ന് വന്നേക്കുന്നത്. സൈൻ 45 ഓൾറെഡി ഒരു ഫിക്സഡ് വാല്യൂ ആണ്. അപ്പോൾ നമ്മളത് 0.707 = x ഡിവൈഡ് ബൈ 20 എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും ഈ 20 നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 20 × 0.707 വരും. അപ്പോൾ x = 14.14. അതായത് 20 നേരത്തെ പറഞ്ഞ 20 കിലോമീറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ 20 മീറ്റർ ആണെങ്കിൽ ഇത് ഈ മലയുടെ ഹൈറ്റ് 14 മീറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് 20 മീറ്ററാണ് നമ്മൾ സ്ലാൻഡിങ് ഹൈറ്റ്, അതിന് സ്ലാൻഡിങ് ഹൈറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ സ്ലാൻഡിങ് ഹൈറ്റ് 20 ആണെങ്കിൽ മലയുടെ ഹൈറ്റ് 14 എന്നുള്ളൊരു ഐഡിയ അതിൽ നിന്ന് കിട്ടും. ഇതിപ്പോൾ സൈൻ വെച്ച് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോൾ കോസ് വെച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് നമ്മുടെ ഒരു ടവറുണ്ട്, പടയാളികൾ നിൽക്കുന്ന ഒരു ടവറാണ്. അതിൻ്റെ ഒരു ഹൈറ്റ് എ എന്ന് പറഞ്ഞാൽ B to A ആ ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് അറിയാവുന്ന ആംഗിൾ 60 ഡിഗ്രി ആണെന്നാണ്. വേണമെങ്കിൽ നമുക്ക് ആ സിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് അളക്കാം. അപ്പോൾ ഇതേ സംഭവം അതിൽ ഉപയോഗിക്കാം. ഓക്കെ, അതായത് അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ ആ സ്ലാൻഡിങ് ഹൈറ്റ് 20 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ സൈൻ ഓഫ് 60 ഞാൻ വേറൊരു ആംഗിളാണ് വന്നത്, കുറച്ച് കുത്തനെയുള്ള ആംഗിളാണ്. അപ്പോൾ സൈൻ ഓഫ് 60 x/20 എന്ന് എഴുതി.
അപ്പോൾ സൈൻ ഓഫ് 16 ഫിക്സഡ് വാല്യൂ ആണ്. അതേപോലെ 0.866 എന്ന് പറഞ്ഞൊരു വാല്യൂ അതിനുണ്ട്. അപ്പോൾ ഈ വാല്യൂസൊക്കെ നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം കേട്ടോ. അത് വേറൊരു കാര്യം. അത് ബൈ ഹാർട്ട് പഠിച്ചാൽ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കാൽക്കുലേറ്റർ അലൗഡ് ആണെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്യേണ്ടി വരും. അപ്പോൾ 0.86 ഈക്വൽ ടു x/20. ഈ 20 എന്ന് ഉദ്ദേശിച്ചത് AC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് AB എന്ന് പറഞ്ഞ് കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് എക്സ് എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ AB ഹൈറ്റാണ് നമ്മളിപ്പോൾ അപ്പോൾ നേരത്തെ കണക്ക് ചെയ്ത പോലെ തന്നെ 0.866 എന്ന് പറഞ്ഞ വാല്യൂ മാത്രം വ്യത്യാസം വന്നു. സൈൻ 60 വാല്യൂ കാൽക്കുലേറ്റർ നോക്കിയാൽ അതാണ്. അപ്പോൾ 0.86 ഈക്വൽ ടു 8x/20 കിട്ടി. അപ്പോൾ അതിൽ നിന്ന് x ഈക്വൽ ടു 17 മീറ്റർ എന്ന് പറഞ്ഞ് 17.32 മീറ്ററിലാണെങ്കിൽ മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി. അതായത് ആ ടവറിൻ്റെ ഹൈറ്റ് 17.32 മീറ്റർ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇതിലെല്ലാവരും സ്വാഭാവികമായിട്ട് ചോദിക്കുക എന്താ ഈ 20 എവിടെ നിന്ന് വന്നു, 20 എവിടെ നിന്ന് വന്നു. അപ്പോൾ 20 നമുക്ക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണോ ഈ സ്ലാൻഡിങ് ഹൈറ്റ് കണ്ടുപിടിക്കുന്നത്? ശരിയാണ്. ആ ഒരു ചോദ്യം റിലവൻ്റ് ആണ്. അപ്പം നമുക്ക് ഈ സൈൻ ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാത്ത കുറച്ച് വാല്യൂസ് നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് അതിലും കൂടി എളുപ്പമുള്ളൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈനിന് പകരം നമുക്കതിനും എളുപ്പമുള്ള ഒരാളാണ് ടാൻ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ടാൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ ഓഫ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ടാൻ ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യനിൽ ടാൻ ഓഫ് 60 എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് AB ഉണ്ട്, അഡ്ജസ്റ്റൻറ്റ് BC ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. BC നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ആൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇതിൻ്റെ ചുവട്ടിലേക്ക് നമുക്കത് മെഷർ ചെയ്യാൻ കുറച്ച് എളുപ്പമുണ്ടാവും. അപ്പോൾ ആ ഒരു ആൻസർ കിട്ടി. ടാൻ ഓഫ് 60 എന്ന് പറഞ്ഞ കാൽക്കുലേറ്റർ നമുക്ക് നോക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ടാൻ 60 ഈക്വൽ ടു AB/BC എന്ന് പറഞ്ഞാൽ എഴുതാം. AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈറ്റും BC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ BC നമുക്കിപ്പോൾ അളക്കാൻ എളുപ്പമാണ്. തൊട്ടടുത്തുള്ള ഒരു ഡിസ്റ്റൻസാണ്, 5 മീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ടാൻ 60ക്ക് കാൽക്കുലേറ്ററിൽ കിട്ടുന്ന വാല്യൂ √3 ആണ്, അല്ലെങ്കിൽ 1.732 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. √3 അല്ലെങ്കിൽ 1.732 അത് കിട്ടും. BC നമ്മൾ കണ്ടുപിടിക്കുന്നു അവിടെ ഡിസ്റ്റൻസിൽ, അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനുകളിൽ ഇങ്ങനത്തെ ഡിസ്റ്റൻസുകൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് √3 ഈക്വൽ ടു AB/5 അതായത് ടാൻ 60 ഈക്വൽ ടു AB/BC ആണല്ലോ. അപ്പോൾ ടാൻ 60 അറിയാം, √3 അറിയാം. ടാൻ 60 എന്ന് വെച്ചാൽ √3 ആണെന്നറിയാം. ഈക്വൽ ടു AB നമുക്കറിയില്ല, ഹൈറ്റ് ഓഫ് ദ ടവർ അത് കണ്ടുപിടിക്കണം. മറ്റേ BC നമുക്കറിയാം, നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് ടവറിലേക്ക് 5 മീറ്റർ ഉണ്ട്. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AB ഈക്വൽ ടു 5√3 അല്ലെങ്കിൽ 5 × 1.732 അതായത് 8.66 എന്ന് പറഞ്ഞ് നമുക്ക് ആൻസർ കിട്ടും. അതായത് ആ ടവറിൻ്റെ ഹൈറ്റ് 8.66 മീറ്റർ ഉണ്ടെന്നുള്ളത് കിട്ടും. അപ്പം നമുക്ക് ഒരു ആംഗിൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ആംഗിളും ഒരു ഡിസ്റ്റൻസും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏത് ഡിസ്റ്റൻസും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമായിട്ടുള്ളൊരു വഴിയാണ് ഈ ട്രിഗണോമെട്രിയുടെ അകത്ത് വരുന്നത്. ഉണ്ട് ഇതേപോലത്തെ നമുക്ക് സിമിലറായിട്ട് എന്ത് പ്രോബ്ലം നമുക്ക് ചെയ്യാം. ഇതിപ്പോൾ കണ്ടു, ഒരാൾ നിൽക്കുന്നു, അയാളും ആ ടവറും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് പറയുന്നുണ്ട്. BC എന്ന് പറഞ്ഞാൽ 15 അടി എന്ന് പറഞ്ഞിട്ട്, അടി ആയിക്കോട്ടെ, കിലോമീറ്റർ ആയിക്കോട്ടെ, മീറ്റർ ആയിക്കോട്ടെ, എന്തും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ആംഗിൾ അറിഞ്ഞാൽ മതി. അപ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് അതിൻ്റേതായ ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ താഴത്തുനിന്ന് ആംഗിൾ എത്ര ആയി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ എത്ര എളുപ്പമാണ് നമുക്ക് ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ. ഇത് നമ്മുടെ എൻജിനീയറിങ്ങിലെ പല ഉപയോഗങ്ങളിലും വരുന്നുണ്ട്. നമ്മുടെ സിവിൽ എൻജിനീയറിങ്ങിലൊക്കെ ചെല്ലുമ്പോൾ സർവേ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് നിന്നിട്ട് എത്ര കിലോമീറ്റർ വരെ ദൂരമുള്ള സാധനത്തിൻ്റെ ഹൈറ്റും ഡിസ്റ്റൻസും പലതും ആംഗിളുകളും മെഷർ ചെയ്യാനൊക്കെ ഉള്ള ഇതിൽ ഉപയോഗിക്കുന്നതാണിത്. കണ്ടോ, ഇതൊരു പ്രാക്ടിക്കൽ പ്രോബ്ലം കണ്ടോ ഇതിൻ്റെ അകത്ത്. ഇപ്പോൾ ഒരാൾ ഓടിക്കയറുന്ന അയാൾക്ക് ഫിനിഷിംഗ് പോയിന്റിലെത്താൻ എത്ര ഹൈറ്റിൽ നിന്ന് അയാൾ, അതായത് താഴത്തുനിന്ന് എത്ര അടി വരെ അയാൾ കയറുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അയാളുടെ ടോട്ടൽ എത്ര ദൂരം ഓടണം എന്നൊക്കെ ഉള്ള ഏത് സാധനം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന്. ആംഗിൾ അറിയണം, അത്രേ ഉള്ളൂ. ഇതവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് കാണാം, സെക്സ്റ്റൻറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്. നമുക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ, അതായത് ഇവിടെ ഒരു ബൈനോക്കുലർ പോലത്തെ ഒരു സംഭവം കാണാം. ഇതിൻ്റെ അകത്തുനിന്ന് എങ്ങനെ വേണമെങ്കിലും താഴത്തേക്കോ മുകളിലോട്ടോ എങ്ങോട്ടോ വേണമെങ്കിലും ആംഗിൾ, അതായത് ഇതിപ്പോൾ ഞാൻ പറഞ്ഞ എക്സാമ്പിളുകളെല്ലാം നമ്മൾ ഒരു ടവറിൻ്റെ മുകളിലേക്കോ മരത്തിൻ്റെ മുകളിലേക്കോ നോക്കുന്ന കേസാണ് കൂടുതലും പറഞ്ഞത്. നേരെ നിറച്ച് നമ്മൾ ആ ടവറിൻ്റെ മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കിയിട്ട് അവിടുത്തെ ഡിസ്റ്റൻസ് മനസ്സിലാക്കാനും ഇതേ ആംഗിൾ തന്നെ ഉപയോഗിക്കാം. അതിനും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ മാത്സ് നമുക്ക് കളിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഒരു രസകരമായ ഒരു കാര്യം. അതായത് ഇപ്പോൾ ഈ എക്സാമ്പിൾ ABC എന്ന് പറഞ്ഞ എക്സാമ്പിളിൽ AB എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റാണ്, അല്ലെങ്കിൽ AC എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റിൻ്റെ ടോട്ടൽ ഹൈറ്റാണ്. AB എന്ന് പറഞ്ഞാൽ ഒരു ട്രീ ആയിട്ടുള്ള ഡിസ്റ്റൻസ്. നമുക്ക് വേണമെങ്കിൽ
സി എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ ആംഗിൾ മനസ്സിലാക്കിയാലും മതി. ഇപ്പോൾ ഈ ഒരു പ്രത്യേക ട്രയാങ്കിളിലെ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. കാരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. കാരണം ഒരു ആംഗിൾ 45 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം 90 ആണ്. അപ്പോൾ ബാക്കി എന്തായാലും അത് 45 ആയിരിക്കും. വേണ്ട, നമുക്ക് ഈ സെക്സ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് താഴത്തേക്ക് നമ്മൾ ആ ബൈനോക്കുലർ ഇത് വെച്ച് നോക്കുന്നു. അപ്പം 45 ഡിഗ്രി ആംഗിൾ ACB അല്ലെങ്കിൽ ആംഗിൾ C 45 ഡിഗ്രി എന്ന് പറഞ്ഞ് കിട്ടുന്നു. അപ്പോൾ ആ ആംഗിളിൻ്റെ ഓപ്പോസിറ്റും അഡ്ജസ്റ്റൻ്റ് അങ്ങനെയും നമുക്ക് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു രസം. പിന്നെ ഇതിൽ നിർബന്ധമായിട്ടും ഈ വാല്യൂസ് മനസ്സിലാക്കി വെക്കണം. അതൊരു 10th ലെവലിലൊക്കെ ആണെങ്കിൽ എന്തായാലും ഈ വാല്യൂസ് വെച്ചായിരിക്കും പ്രോബ്ലംസ് വരുന്നത്. നമ്മൾ അത് കഴിഞ്ഞിട്ട് 11th 12th ലെവലിലൊക്കെ കുറച്ചും കൂടി സാധനങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ കോളേജ് എൻജിനീയറിങ്, ഇലക്ട്രിക്കൽ, സിവിൽ അങ്ങനെയുള്ളതിലൊക്കെ പോകുമ്പോൾ ഈ ആംഗിളുകൾ മാത്രമല്ല പല ആംഗിളിലും. അപ്പോൾ പിന്നെ കാൽക്കുലേറ്ററൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ കുറേ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടും. ഇപ്പോൾ sin 0 0 ആണ്, sin 30 1/2 ആണ്, sin 45 1/2. അതങ്ങനെ ഓർത്ത് വയ്ക്കുകയും വേണം. പിന്നെ അതേപോലെ കോസിൻ്റെ ഇതുപോലെ വയ്ക്കുന്നുണ്ട്, ടാനിൻ്റെ ഇതേപോലെ നമ്മൾ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഓർത്ത് ഇത് ഈ പറഞ്ഞ 0 30 45 60 90 ഇത്ര ആംഗിളുകളുടെ ഈ സൈൻ കോസ് ടാൻ നിർബന്ധമായിട്ട് ഓർത്ത് വയ്ക്കണം. ഇനി ഇതുകൂടാതെ കുറച്ച് ആംഗിൾസും ഫങ്ഷൻസും കൂടി വരുന്നുണ്ട്. അത് പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ സൈനും കോസും ടാനും മാത്രം പറഞ്ഞത്. അപ്പോൾ നമുക്ക് സൈൻ വെച്ചോ കോസ് വെച്ചോ ടാൻ വെച്ചോ ഏത് വെച്ച് വേണമെങ്കിലും പ്രോബ്ലംസ് സോൾവ് ഔട്ട് ചെയ്യാം. അല്ലാണ്ട് അതിനൊരു സെയിം ഒറ്റ വഴിക്ക് തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കളിക്കാം. നമുക്ക് ഈ വാല്യൂസ് അറിയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാം.